നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ മക്കൾ ഒളിച്ചോടി പോകുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. കുടുംബങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശരിയായി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയാൽ അതിന്റെ ഉത്തരവാദി ആ കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ആ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരനും അതിന്റെ ഉത്തരവാദിയാണ്. ഓരോ സംഘടനകളും അതിന് ഉത്തരവാദിയാണ്. ഓരോ മഹല്ലും അതിന് ഉത്തരവാദിയാണ്. ഓരോ കുടുംബങ്ങളും അതിന് ഉത്തരവാദിയാണ്. ആ ഗൗരവം നമ്മുടെയൊക്കെ കൽബിലുണ്ടാവണം. നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ വേണ്ടാത്ത മോശത്തരത്തിലേക്ക് പോയാൽ അതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിയാണ്. ഉറപ്പായിട്ടും നമ്മൾ അതിന് ഉത്തരം പറയേണ്ടവരാണ്. നമ്മൾ അതിന് ചെയ്യേണ്ട മാർഗം നമ്മുടെ കുടുംബം ഏതാണ് എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പേര് ചോദിച്ചാൽ നിങ്ങൾ പേരും പറയും, കുടുംബ പേരും പറയും. ഇല്ലേ? പേരും കുടുംബവും ഇല്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഇല്ല. ആ കുടുംബത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, പണ്ട് ഈ മഹല്ലുകളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പള്ളിക്കുറ്റി മഹല്ല്, കാഞ്ഞിപ്പുഴ മഹല്ല്, കടുവിനാൽ മഹല്ലൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള മൂത്ത ഉപ്പാപ്പമാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പറയും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ തൊട്ടു താഴെയുള്ള തലമുറയ്ക്ക് ഈ ചരിത്രം ഏതെങ്കിലും അറിയോ? അവർക്കറിയാവുന്നത് അവരും അവരുടെ വാപ്പയും അവരുടെ ഉമ്മയും ചേരുന്ന ഒരു ചെറിയ കുടുംബത്തെ കുറിച്ച് അവർക്കറിയാവും. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ചെറിയ വിഷമം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത അവരുടെ കൽബിലുള്ളൂ. അവർക്ക് അവരുടെ മൂത്താപ്പമാരെ കുറിച്ച്, വല്യാപ്പമാരെ കുറിച്ച്, അവർ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, അവരുടെ മഹല്ലുകളെ കുറിച്ച് എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയാവുന്നത്? നമ്മൾ വളരെ ഊറ്റത്തോടുകൂടി കുടുംബ പേരൊക്കെ പറയും. ആ കുടുംബ പേര് പോലും ചിലപ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്ക് ചോദിച്ചാൽ അറിയൂല. ഏത് വീട്ടിലാന്ന് ചോദിച്ചാല് ഇപ്പൊ താമസിക്കുന്ന ചെറിയ വീടിനിട്ടേക്കുന്ന ഒരു പേര് പറയും, ഇന്ന മനസ്സിലാണ് എന്ന് പറയും. എന്നല്ലാതെ കുടുംബങ്ങളെ കുറിച്ചറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മഹല്ലിൽ ഉൾപ്പെടെ പറയാറുണ്ട്, വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കുടുംബ സംഗമങ്ങൾ വിളിക്കുക. ഒരു കുടുംബത്തിൽ എല്ലാവരും വന്നിട്ടുണ്ടോ? ഈ വയലിന്റെ മജ്‌ലിസിലുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിൽ 1-2 അംഗങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ കുടുംബ സംഗമങ്ങൾ വിളിച്ചാൽ അതിലെല്ലാവരും ഉണ്ടാവും. പരസ്പരം പരിചയപ്പെടുക. ഇതാണ് മൂത്താപ്പ, ഇതാണ് കൊച്ചാപ്പ, ഇതാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് ഇത്രയും പാരമ്പര്യവും പ്രൗഢിയുമുണ്ട്. ആ കുടുംബത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഈ കുടുംബത്തെയാണ് ബാധിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അതിലൂടെ ഇസ്സത്ത് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ നല്ല ഇസ്സത്തുള്ള ഒരു കുടുംബത്തിലെ, അഭിമാനമുള്ള ഒരു സമൂഹത്തിലെ അംഗങ്ങളാണ് എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെയൊക്കെയും മക്കളെയും കുടുംബങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. ലഹരിക്ക് അടിമപ്പെട്ടു പോയ കുട്ടികളെ എന്ത് ചെയ്യണം? ചില ആളുകൾ പറയാം, അവരെ എന്ത് ചെയ്യുക? അവരെ അങ്ങ് ഒഴിവാക്കിയായിരുന്നു. എന്തിനാണ് ഒഴിവാക്കുന്നത്? ആ കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സകൾ നൽകണം. അവർക്ക് ആവശ്യം കൗൺസിലിംഗ് ആണോ, അതല്ല അതിന്റെ അപ്പുറത്തെ ചികിത്സ നൽകണോ? അത് നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലെ സന്നദ്ധ സംഘടനകൾ രംഗത്ത് വരേണ്ട സമയമാണ്. നമ്മുടെ പള്ളിക്കുറ്റിയിലെ മുസ്ലിം യുവജന സംഘടന ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സമീപത്ത് എവിടെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അത് നമ്മുടെ ഇതിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് കളയുന്നതിന് പകരം അവന് വേണ്ട ചികിത്സ കൊടുത്ത് നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് നമ്മൾ കരുതുക. അങ്ങനെയാണ് ഒരു ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. വാപ്പയും ഉമ്മയും ദീനിയായിട്ട് എല്ലാ ക്ലാസ്സുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വരുന്ന ആളാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? വാപ്പ എത്ര നല്ല മനുഷ്യൻ, ഉമ്മ എത്ര നല്ല മനുഷ്യൻ, എല്ലാ ഖുർആൻ ക്ലാസ്സിനും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇവൻ ലാസ്റ്റ്, ഞാനൊരു മുസ്ലിയാരായതുകൊണ്ടും എൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇവൻ പറഞ്ഞു, ഉസ്താദെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കൈകെട്ടി നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ അല്ലാതെ കാണാൻ പറ്റൂല. ഏതാ കഞ്ചാവ് വായിലിട്ടിട്ട് നിസ്കരിക്കുന്ന കാര്യമായി. പടച്ചോനെ അല്ലാതെ കാണാൻ പറ്റൂല, ഇതൊക്കെ വായിലിട്ടിട്ട് നിസ്കരിക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾ മാറിപ്പോയതിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ചിന്തകൾ മാറിപ്പോയതിന്റെ ഇടങ്ങൾ ആലോചിച്ചു. നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിൽ നിന്ന് നമ്മൾ എത്രയോ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ ഫലസ്തീനിനെ കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഫലസ്തീനിൽ ത്യാഗമനുഭവിക്കുന്ന മനുഷ്യരുടെ ഈമാൻ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ഇന്നലെ വന്ന ഒരു സഹോദരി, അമേരിക്കക്കാരിയാണ്, മേഗൻ റൈസ്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അമേരിക്കയിൽ അറിയപ്പെട്ട ടിക്ടോക്കർ, അവർ ഇസ്ലാമിലേക്ക് വന്നു. എന്ത് കണ്ടിട്ടാണ്? ഫലസ്തീനിലെ ജനങ്ങൾ അവരെല്ലാവരും ചേർന്ന് ഇല്ലായ്മ ചെയ്യുമ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അവരുടെ ഈമാൻ എന്നെ അത്ഭുതപ്പെടുത്തി. അവരുടെ വിശ്വാസത്തിലേക്ക് ഞാനും വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മേഗൻ റൈസ് ഇസ്ലാമിലേക്ക് വന്നു. അവരുടെ പേരാണ് മേഗൻ റൈസ്.
ഒരു ഇസ്ലാമിലേക്ക് വന്നെന്താ? ഫലസ്തീനിൽ ത്യാഗമനുഭവിക്കുന്ന ജനങ്ങളെ കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട്, അവരുടെ ഈമാൻ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ഒരാൾ വരിക. ലോകത്ത് അങ്ങനെ എത്രയോ ആളുകൾ ഇസ്ലാമിനെ പഠിച്ചു അറിഞ്ഞും വരുമ്പോൾ പാരമ്പര്യമായി ഇസ്ലാം കിട്ടിയ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ ചിട്ടകളും വർത്തമാനങ്ങളും ഒക്കെ മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. അല്ലാഹു തആല നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സുകൾക്ക് ഉൾപ്പെടെ അടിമകളാകുന്നതിൽ നിന്ന് മോചിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളെ കൈപിടിക്കുകയും വേണം. അതിന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന തോന്നൽ വേണം. ആരുടെയോ മകനല്ല വഴിയിൽ മോശമായി നിൽക്കുന്നത്, എൻ്റെ സഹോദരന്റെ മകനാണ് എന്ന തോന്നൽ എനിക്കുണ്ടാവണം. കാരണം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം എന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനാണല്ലോ നമുക്കിന്ന് പറയാൻ എളുപ്പം. എന്താ? ഓൻ കഞ്ചാവാണെന്നാ പറയും, ഒറ്റയടിക്ക് പറയും. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത്? എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരന്റെ മകൻ. അങ്ങനാണല്ലോ. മുസ്ലിമിന്റെ സഹോദരനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ അങ്ങനെ ആയതിൽ അപ്പം നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജനങ്ങളെ പരിഹസിക്കേണ്ടവരല്ല, മറിച്ച് അവരെ നന്നാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. ഇത്തരം വീണുപോയ ആളുകളുടെ കൈ പിടിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അവരെ മദ്യത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അതിന് ദീനിയായ ചിട്ടകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ദീനിയായ ചൈതന്യം നിലനിർത്തുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല ആളുകളും പറയും വീട്ടിലൊരു സ്വസ്ഥതയില്ല, വീട്ടിൽ വലിയ പ്രയാസമാണ്, ഒരു സ്വസ്ഥതയില്ല എന്ന് പറയും. അവരോട് ചോദിച്ചു നോക്കൂ, വീട്ടിലൊരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും പോകും. കിട്ടാവുന്ന ആളുകളിൽ നിന്നൊക്കെയും ഉപദേശങ്ങളും മരുന്നുകളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ, കടയിലൊരു ബർക്കത്തില്ല, കച്ചവടത്തിലൊരു റാഹത്തില്ല. ആലോചിച്ചു നോക്കൂ, വീട്ടിലുള്ള ആളുകൾക്ക് എത്രയാണ് പരിശുദ്ധമായ ദീനുമായുള്ള ബന്ധം, അതുപോലെ തന്നെ അവർക്ക് എത്രയാണ് റബ്ബുമായുള്ള ബന്ധം. അതിൽ തന്നെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നിസ്കാരമുള്ള എത്രയാളുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വന്നിട്ട് ആവലാതി പറയാണ്, കച്ചവടത്തിലൊരു ബർക്കത്തുമില്ല, തുടങ്ങുന്നൊക്കെ പൊട്ടുക. നിങ്ങൾ സുബഹി നിസ്കരിക്കാറുണ്ടോ? ഇല്ല. ചില ആളുകൾ വന്നിട്ട് പറയും വീട്ടിലൊരു സമാധാനമില്ല, ശൈത്താനാണെന്ന് തോന്നുന്നു. നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇല്ല, ഞാൻ സുബഹി നിസ്കരിച്ചില്ല. എന്നാ പിന്നെ നിങ്ങളെക്കാൾ വലിയ ശൈത്താനില്ല. സുബഹി നിസ്കരിക്കാത്ത നിങ്ങളെക്കാൾ വലിയ ശൈത്താനില്ല. നിങ്ങളാണ് ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ശൈത്താൻ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി? പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകളിലാണ് സമാധാനം ഉണ്ടാവുക. പക്ഷേ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ നമ്മൾ നമ്മുടെ വീടുകൾക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞലയേണ്ടതില്ല. കാരണം റബ്ബിന്റെ വചനങ്ങളാണ് നമ്മൾക്ക് സലാമത്ത് പകരാനുള്ളത്, സമാധാനം നൽകാനുള്ളത്. അല്ലാഹു തആല നമ്മൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വീടുകൾ, മുസ്ലിങ്ങളുടെ വീടാണ്, എത്രയോ ദിവസമായിട്ട് ഖുർആൻ ഓതിയിട്ടില്ല. ആ വീട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? നിസ്കരിക്കാത്ത ഒരാൾ, അയാളെ കൊണ്ട് ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഒരു നേട്ടവും ഉണ്ടാകാനില്ല. കുടുംബത്തിനൊരു നേട്ടവും ഉണ്ടാകാനില്ല. അപ്പോൾ അടിസ്ഥാനപരമായ ചിട്ടകളെ നമ്മൾ എപ്പോഴും പാലിക്കേണ്ടവരാണ്. ഒരു സഹോദരിയും ഒരു ചെറുപ്പക്കാരനും കൂടി ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഒളിച്ചോടുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാണ് ഉസ്താദ്, അതിനൊരു മരുന്ന് പറഞ്ഞു തരണം. മകൾ ഇറങ്ങിപ്പോകാൻ പോവാണ്, ചെറുപ്പക്കാരൻ കൊണ്ടുവന്നാണ് റൂമിൽ. അവരുടെ ആ സഹോദരിയുടെ പ്രശ്നം അതാണ്. മകൾ ഒളിച്ചോടാൻ വേണ്ടി ഇറാൻ കെട്ടി നിൽക്കുകയാണ്, നിങ്ങൾ പരിഹാരം പറഞ്ഞു തരണം. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? അപ്പോൾ പറഞ്ഞു, ഉസ്താദെ എല്ലാ സ്റ്റേജും കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാൽ നന്നാവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയാണ്, പല സ്റ്റേജാണ്. ഇപ്പൊ അയാളെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്, എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ തട്ടിക്കളയാത്തൊരു സമയമുണ്ട്. ഏതു മനുഷ്യനാണെങ്കിലും അല്ലാഹു തആല തട്ടിക്കളയാത്തൊരു സമയമുണ്ട്. ആ സമയം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ സമയം തഹജ്ജുദിൻ്റെ സമയമാണ്. ഏതു മനുഷ്യനെയും അല്ലാഹു തആല ആ സമയത്ത് തള്ളിക്കളയൂല. ഫറോവ, ഫിർഔൻ വലിയ ധിക്കാരിയാണ്. ഞാനാണ് പടച്ചവൻ എന്നാണ് ഫിർഔൻ പറയുന്നത്. ആ പറഞ്ഞ ഫിർഔനിന് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ കാരണമായത്
ഫിർഔൻ എല്ലാ ദിവസവും സുബ്ഹിന് മുന്നേ എഴുന്നേൽക്കുന്ന ആളായതുകൊണ്ടാണ് എന്ന് മഹാന്മാരായ ഇമാമുമാർ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ പലതരം പ്രയാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ കൽബിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അല്ലാഹു അല്ലാതെ എങ്ങനെ പരിഹാരം കിട്ടുമെന്നറിയാതെ നമ്മളൊക്കെ വിഷമിക്കാറുണ്ട്. ഒരു മനുഷ്യനെയും അല്ലാഹു തള്ളിക്കളയാത്ത സമയമാണ് തഹജ്ജുദിന്റെ നേരം. ആ നേരത്തെഴുന്നേൽക്കണം. സുബ്ഹിനൊരൽപ്പം മുമ്പ് എഴുന്നേറ്റിരുന്നിട്ട് അല്ലാഹുവിനോട് പറയണം, ഇന്നാലിന്ന പ്രയാസങ്ങൾ കൊണ്ട് വിഷമിക്കുകയാണു ഞാൻ, പരിഹാരം തരണേ അല്ലാ. ആ നേരത്തെഴുന്നേറ്റാൽ അത് വെറുതെ ആവൂല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, തഹജ്ജുദിന്റെ നേരത്തെഴുന്നേറ്റിട്ട് ആ നേരം റബ്ബിനോട് ദ്വാരക്കുമ്പോ നിങ്ങളൊരു ദിക്റ് കൂടി ചൊല്ലണം. ആ ദിക്റ് ചൊല്ലിയാലോ അല്ലാഹു തആല നിങ്ങളെ കൈവെടിയൂല. ഏതാണ് ആ ദിക്റ്? ഹബീബായ നബിതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഒന്ന് ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തഹജ്ജുദിന്റെ നേരത്തെഴുന്നേൽക്കണം. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദ്വാരക്കുന്നതിന് മുമ്പ് ഒരു 3 തവണ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലി ദ്വാരെന്നാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കൈവിടൂല. ആ ദുആ ഉത്തരം കിട്ടാതിരിക്കൂല. അങ്ങനെ എത്രയോ നല്ല 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 നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഒറ്റ വഴിയേ ഉള്ളൂ. കാരണം നിങ്ങളുടെ മകളെ ഇനി ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ലെങ്കിൽ നിങ്ങൾ റബ്ബിനോട് പറയാം. പടച്ചവനോടല്ലാതെ ആരോടാ പറയാ? അള്ളാഹുവിനോട് പറയാ. അള്ളാഹു തആല പരിഹാരം തരും. അതൊക്കെ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു, ശരി നാളെ മുതൽ ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റോളാം, ഇതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞു, പറ്റും നിങ്ങൾ ബദരീങ്ങൾക്ക് ഒരു യാസീനോട് ഓതിക്കോ, ഓതാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയപ്പോൾ ഇവരെ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ ഭയങ്കര ചിരിയാ, ഭയങ്കരമായ ചിരി. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഒരാൾ വന്നിട്ട് സ്വന്തം മകൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക. അപ്പോൾ പറഞ്ഞു, അതല്ല ഉസ്താദെ, അതൊന്നും കേട്ടിട്ടല്ല, നിങ്ങൾ പറഞ്ഞ മരുന്ന് കേട്ട് ചിരിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിപ്പോൾ എല്ലാ അമ്പിയാക്കളും എഴുന്നേറ്റിരുന്ന ആ സമയത്ത് എഴുന്നേറ്റാൽ എന്തായാലും അല്ലാഹു തആല പ്രതിഫലം തരൂലേ? അല്ല ഉസ്താദെ, നിങ്ങൾ എന്താ പറഞ്ഞത്? തഹജ്ജുദിന് എഴുന്നേറ്റ് യാസീൻ ഓതി ദിക്റും ചൊല്ലി ദ്വാരക്കാൻ. ഈ തള്ള എഴുന്നേക്കുന്നത് 8 മണിക്കാന്നാണ് പറഞ്ഞവരെ വീട്ടിൽ. 8 മണിക്ക് എഴുന്നേക്കുന്ന ആ തള്ളയോടാണ് ഫജ്ർ സാദിഖിന് മുമ്പ് എഴുന്നേറ്റിട്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അത് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീടുകളിലെ ഈ ചിട്ടകളൊക്കെ പോയി, നമ്മുടെ മക്കൾ കൈവിട്ടുപോയി. നമുക്ക് ദീനില്ലാതെ ആയപ്പോൾ നമ്മുടെ മക്കൾ കൈവിട്ടുപോയി. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ വർഗീയത ഉണ്ടായപ്പോൾ, വർഗീയത പെരുത്തു വന്നപ്പോൾ അടുത്തൊരു തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്ത് നാട്ടിലൊക്കെ നിൽക്കാൻ തന്നെ തോന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹം എന്താ? ഉസ്താദെ അബ്രോഡ് പോകാൻ ദ്വാരക്കണം, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി പഠിക്കാൻ, വല്ല യൂറോപ്പിലോ ലണ്ടനിലോ ഒക്കെ പോയി പഠിക്കാൻ, വല്ല വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആവാൻ ദ്വാരക്കണം. പ്രവാസികളാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്ക് നാട്ടിൽ വരാനാണ് ആഗ്രഹം. ഇന്ന് നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് നമ്മുടെ നാട് വിട്ടിട്ട് കാനഡയിലോ അയർലൻഡിലോ പോളണ്ടിലോ ന്യൂസിലാൻഡിലോ ഒക്കെ ജീവിക്കാനാണ് ആഗ്രഹം. കാരണം അവർ വിചാരിക്കുന്നുണ്ട് അടുത്തൊരു കാലത്ത് ഈ നാട് ഇങ്ങനൊന്നും ആവൂല,
കാരണം അത്രയേറെ വർഗീയത എല്ലാവരുടെയും കൽബിലേക്ക് കയറിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ നാടുകളെയൊക്കെ സമാധാനത്തോടു കൂടി നിലനിർത്തി തരുമാറാകട്ടെ. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നോക്കൂ, ചരിത്ര പ്രസിദ്ധമായ അലിഗഡിന്റെ പേര് മാറി ഇന്നലെ. അലിഗഡ് എന്ന് പറയുന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അലിഗഡിന്റെ പേര് മാറിയിട്ട് ഹരിഗഡായി. നമ്മുടെ ഇന്ത്യയിലെ തന്നെ എത്രയോ സ്ഥലങ്ങളുടെ പേര് ഈ അടുത്തടുത്ത സമയങ്ങളിൽ മാറി. ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അലഹബാദ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അലഹബാദിൽ. ഇന്ന് നിങ്ങൾ ചെന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അലഹബാദ് എന്നൊരു ബോർഡ് ഉണ്ടാവില്ല. അലഹബാദിന്റെ ഇന്നത്തെ പേരെന്താണെന്നറിയോ? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? അലഹബാദിന്റെ ഇന്നത്തെ പേര് പ്രയാഗ്രാജ് എന്നാണ് അലഹബാദിന്റെ പേര്. ഇനിയിപ്പോൾ ഇന്ത്യ തന്നെ മാറ്റി ഭാരതമാക്കണമെന്നുള്ള ചിന്ത ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ കൽബിലുണ്ടാവും. അതിനൊക്കെ പരിഹാരം തരാൻ അള്ളാഹുണ്ട്. അള്ളാഹുവിലേക്ക് കൈനീട്ടേണ്ടതുപോലെ കൈനീട്ടിയാൽ അള്ളാഹു തആല പരിഹാരം നൽകും. കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞു കൊടുത്തു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് രാത്രികളിൽ അള്ളാഹുവിനെ ഇബാദത്തിനെ വർദ്ധിപ്പിക്കുക. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. എന്നാൽ സ്വർഗത്തിൽ എത്തിച്ചേരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഈ അടുത്ത സമയത്ത് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈവക്കും. ആരും ആയിക്കോട്ടെ, സംഘാടകരോ കമ്മിറ്റി അംഗങ്ങളോ ആരോ ആയിക്കോട്ടെ, കൈവക്കും. ഉണ്ടോ? ഒരു രാത്രി 6 മണി മുതൽ രാവിലെ 6 മണി വരെ അള്ളാഹുവിന് ഇബാദത്ത് മാത്രം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നു, അത് അള്ളാഹുവിന് ചെയ്ത ഇബാദത്താണ്. ഇബാദത്ത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. ഇല്ല. ഒരു പകുതി, ഒരു ഹാഫ് നൈറ്റ്, അതായത് 6 മണി മുതൽ 12 മണി വരെ ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ട് എന്ന് കൈവക്കും. ഇത് പറയുമ്പോൾ എനിക്ക് വളരെ രസകരമായ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഞാൻ പുനലൂരിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ യാസീൻ അറിയാമല്ലോ, യാസീൻ ഓതിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെ കൈവക്കാൻ പറഞ്ഞു. പല സദസ്സിലും ചോദിച്ചിട്ട് ആരും കൈവക്കിയിട്ടില്ല. പക്ഷെ ആ സദസ്സിൽ നിന്ന് ഒരാൾ കൈവക്കി, ഞാനുണ്ട് എന്ന്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഇങ്ങ് അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. പുള്ളിയെ ഞാൻ എന്ത് ചോദിച്ചാലും കൈവക്കുന്നുണ്ട്. യാസീൻ ഓതി നിസ്കരിച്ച ആളിനോ ചോദിച്ചപ്പോൾ കൈവക്കിയത്. അതുപോലെയല്ല, ഒരു ഹാഫ് നൈറ്റ് ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു പകുതി രാത്രി ഇബാദത്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതക്രമങ്ങളും ഒന്നും അതിനെ നമ്മൾ അനുവദിക്കാറില്ല. പക്ഷേ ആ കൂലി കിട്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടാൻ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ മതി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തായാലും സുബ്ഹി നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാലോ ഒരു പകുതി രാത്രി റബ്ബിന് ഇബാദത്ത് ചെയ്ത കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ ജമാഅത്തായി നിസ്കരിക്കുക, സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കുക. ഞാനും നിങ്ങളും എന്നാണ് ഇവിടുന്ന് പോകുന്നതെന്നറിയില്ല. അന്ന് വരെയും രാത്രികൾ മുഴുവനും, ഒരു വർഷം നമ്മൾ അങ്ങനെ നിസ്കരിച്ചു നോക്കൂ, ഒരു കൊല്ലം രാത്രി മൊത്തം നിസ്കരിച്ച കൂലി കിട്ടും. അത് പറയുമ്പോൾ പള്ളിയിൽ ജമാഅത്തിനെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ നിർത്തുക, ഭാര്യമാരെ കൂടെ നിർത്തി നിസ്കരിക്കുക, ഉമ്മമാരെ, സഹോദരിമാരെ. ആണുങ്ങൾക്ക് പലപ്പോഴും പള്ളികളിൽ ജമാഅത്ത് കിട്ടാറുണ്ട്. നിങ്ങൾ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ കുടുംബങ്ങളെയോ കൂടെ നിർത്തിയിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു രാത്രി നിസ്കരിച്ച കൂലി കിട്ടാൻ ഒരു ചെറിയ കാര്യം ഓർത്താൽ പോരെ, ചെറിയൊരു കാര്യം ചെയ്താൽ മതി. നിസ്കരിക്കണം, എന്തായാലും നമ്മൾ നിസ്കരിക്കണം, മുസ്ലിങ്ങളാണല്ലോ. നിസ്കരിക്കുമ്പോൾ അത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. രാത്രികളിൽ ഇബാദത്ത് ചെയ്യുന്നതിന് വലിയ കൂലിയുണ്ട്. ആ കൂലിയാണ് സ്വർഗത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഒപ്പം ചേരാൻ
അള്ളാഹു ഭാഗ്യം നൽകുക എന്നുള്ളത്. അള്ളാഹു തആല അതിനൊക്കെയും നമുക്ക് ഭാഗ്യം നൽകി സന്തോഷം നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു സൂഫിയാക്കളിലെ വലിയ മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അറിയപ്പെട്ടയാൾ. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമായിരിക്കും ചിലപ്പോൾ നാളെ റബ്ബിൻ്റെ അരികിൽ വലിയ പ്രതിഫലം കിട്ടുക. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് ഖൽബിൽ വലിയൊരാഗ്രഹം തോന്നി, ഒന്ന് ഹജ്ജിന് പോയാൽ കൊള്ളാം, ഇക്കൊല്ലത്തെ ഹജ്ജിന് എനിക്കൊന്ന് പോകണം. അങ്ങനെ ഹജ്ജിന് പോയാൽ കൊള്ളാമെന്ന് ഖൽബിലങ്ങ് മോഹം തോന്നിയപ്പോ അതിനു വേണ്ടിയിട്ടൊരു സംഖ്യ ഇങ്ങനെ സ്വരൂപിക്കാൻ തുടങ്ങി. യാത്ര ചെയ്യണമെങ്കിൽ നല്ലൊരു സംഖ്യ ആവശ്യമാണ്. അതാ കയ്യിൽ കിട്ടിയതൊക്കെയും കരുതി വെക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ സംഖ്യകൾ സ്വരൂപിച്ചിട്ട് ഹജ്ജിൻ്റെ നേരമായപ്പോ ബഗ്ദാദിലെ അങ്ങാടിയിലേക്ക് ചെന്നു. ആരെങ്കിലും ഹജ്ജിന് പോകുന്നുണ്ടോ എന്നറിയാൻ. ഏതെങ്കിലും സംഘം ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ചെന്നു. അവിടെ ചെല്ലുമ്പോഴോ ഹജ്ജിന് യാത്രയാകാൻ വേണ്ടിയിട്ട് പല ആളുകളും സംഘമായി ഒരുങ്ങുകയാണ്. ആ കൂട്ടത്തിലൊരു സംഘത്തിൻ്റെ അരികിൽ തൻ്റെ പൈസ ഏൽപ്പിക്കാൻ നിൽക്കുമ്പോ പുറകിൽ നിന്ന് നിഖാബിട്ട് ഹിജാബിട്ട ഒരു പെണ്ണ് വിളിക്കുകയാണ്, എനിക്ക് വല്ലതും തരാമോ? ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, മക്കള് പട്ടിണിയാണ്. സാധാരണ അവിടെ പല ആളുകളും ഭിക്ഷ എടുക്കുന്നുണ്ട്. അതുപോലൊന്നുമല്ല, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നിഖാബ് ധരിച്ചു വന്ന അവരുടെ ആ വർത്താനം കേട്ടാൽ അറിയാം അത് നിഷ്കളങ്കമായ ചോദ്യമാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ പൈസ ഹജ്ജിന് കരുതിയ പൈസയാണ്. അതെടുത്തു വെച്ചു. ആ പെണ്ണിനെ നോക്കി നടന്നു. ആ പർദയിട്ട പെണ്ണ്, നിഖാബിട്ട പെണ്ണ് നടന്നു പോകുന്നതിൻ്റെ പിറകിൽ നടന്നു സത്യമറിയാൻ. അവരൊരു വീട്ടിൽ ചെന്ന് വാതിലടച്ചു. വാതിലിൻ്റെ പുറത്ത് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നിന്നു. ആ വീടിൻ്റെ ഉള്ളിൽ ആ പെണ്ണ് വീട്ടിലുള്ളവരോട് പറയുന്നു, മക്കളെ, ഇന്നും എനിക്കാരും ഒന്നും തന്നിട്ടില്ല, ഭക്ഷണമില്ല, ഉറങ്ങിക്കോ, ഉമ്മ ഏതെങ്കിലും വഴിയുണ്ടോന്ന് നോക്കി വരാം. ചെറിയ മക്കളുടെ കരച്ചില വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ അതാ ഹജ്ജിനുള്ള സംഖ്യയുള്ള കിഴി ആ വീടിൻ്റെ വാതിലിൽ അങ്ങ് വെച്ചു. വാതിലിൽ ഒന്ന് മുട്ടിയിട്ട് ശബ്ദമുണ്ടാക്കി തിരിച്ചു നടന്നുപോയി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ സ്ത്രീ വാതിൽ തുറന്നു. നോക്കുമ്പോൾ ഒരു കിഴി നിറയെ പൈസയുണ്ട്. അവരതെടുത്തു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ തിരിച്ചിങ്ങ് വന്നു. അങ്ങാടിയിൽ വരുമ്പോൾ അവസാനത്തെ ഹജ്ജ് യാത്രാ സംഘവും പുറപ്പെടുകയാണ്. മഹാനവറുകൾക്ക് കൽബ് വേദനിച്ചു പോയി. പടച്ചവനെ, ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ട് എനിക്ക് കൊല്ലം വരാൻ പറ്റിയില്ലല്ലോ. ഹജ്ജിന് പോകുന്ന അവസാനത്തെ യാത്രാ സംഘത്തെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഹറമിൽ എനിക്ക് ദ്വാരക്കണേന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ എത്തുമ്പോൾ എന്നെ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞവരെ യാത്രയാക്കി വീട്ടിൽ വന്നു. ഹജ്ജിൻ്റെ ദിവസം വന്നു. സങ്കടം സഹിക്കാൻ വയ്യാതെ നിസ്കാരപ്പായയിൽ കിടന്ന് കരഞ്ഞു. പോകാനായില്ലല്ലോ റബ്ബേ, പെട
പെടഞ്ഞ് കരഞ്ഞ് റബ്ബിനോട് കൈനീട്ടി ദുആ ചെയ്തു. മുഅ്മിനീങ്ങളെ, ആ ഹജ്ജിന്റെ സമയം കഴിഞ്ഞിട്ട് ഹജ്ജാജിമാര് മക്കയിൽ നിന്ന് മടങ്ങി വരാൻ തുടങ്ങി. എൻ്റെ സദസ്സിലുള്ള ആണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതാ ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഓരോ യാത്രാസംഘങ്ങളും തിരിച്ച് ബഗ്ദാദിലേക്ക് വരുമ്പോൾ അവരെ കാത്ത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങളങ്ങനെ നിന്നു. ആദ്യത്തെ യാത്രാസംഘം വന്നു. അവരിങ്ങനെ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയും മേലെ നിന്നിറങ്ങി. അതിലൊരാൾ ആദ്യം വന്നിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്കാണ്, അബ്ദുല്ലാ, ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളാണ് ആദ്യം വന്നതെന്നാണ്. നിങ്ങൾ മക്കത്തുനിന്ന് ആദ്യം ഇഞ്ഞു വന്നോ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ ഞെട്ടിപ്പോയി. ഞാൻ ഹജ്ജിന് പോയിട്ടില്ലല്ലോ, ഞാൻ മക്കത്തുനിന്ന് ആദ്യം വന്നോന്ന് കഅബയുടെ അടുത്ത് നിന്ന് വരുന്നവർ ചോദിക്കുന്നോ? ബക്കറ്റാണോ? ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാം അരികിലേക്ക് ബക്കറ്റ് വരും. നിങ്ങളൊക്കെയും കാര്യമായി ഹദിയ ചെയ്യുക. അൽഹംദുലില്ലാഹ് 10 കൊല്ലം കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകൾ സംഘടിപ്പിക്കുകയും സാധുക്കളായ ഒരുപാട് ആളുകൾക്ക് വലിയ സഹായം ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്തത്. നിങ്ങളൊക്കെയും കാര്യമായി ഹദിയ ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങളുടെ കൈ പിടിച്ചിട്ട് അയാൾ ചോദിച്ചു, നിങ്ങളാണോ ആദ്യം വന്നത്? ഞങ്ങൾ കരുതി ഞങ്ങളാണല്ലോ ആദ്യം വന്നത്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നിട്ടില്ല. അടുത്ത യാത്രാസംഘം വന്നു. ഓരോരുത്തരും അതേ ചോദ്യം തന്നെ ചോദിച്ചു. അവസാനത്തെ യാത്രാസംഘം വന്നു. അവരെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ചോദിച്ചു, അബ്ദുല്ലാ, ഹജ്ജ് എങ്ങനെ ഉണ്ടായിരുന്നു അബ്ദുല്ലാ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഹജ്ജിന് വന്നിട്ടേ ഇല്ല, നിങ്ങളല്ലേ അവസാനം പോയത്. അവര് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ പരിഹസിക്കണ്ട. നിങ്ങൾ കഅബാലയത്തിന്റെ അരികിൽ തവാഫ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അറഫയുടെ അരികിൽ നിങ്ങളെ കണ്ടു. കല്ലെറിയുന്നിടത്തും കണ്ടു. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളിലും നിങ്ങളെ ഞങ്ങൾ കണ്ടല്ലോ. നിങ്ങളെ ഞങ്ങളെ പരിഹസിക്കാണോ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾക്ക് കാര്യം മനസ്സിലായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഓടി വീട്ടിലേക്ക് പോയി തൻ്റെ നിസ്കാരപ്പായ നിർത്തിയിട്ടിട്ട് അതിൻ്റെ മേലെ ഇരുന്ന് റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് ദ്വാരുന്നു, പടച്ചവനെ, എന്താ സംഭവിച്ചത്? ഞാനിവിടുന്ന് എങ്ങും പോയില്ല. എനിക്ക് നിനക്കും അറിയാം, അറഫയുടെ ദിവസം ഞാനിവിടെ നിന്ന് കരയായിരുന്നു. ഞാൻ സ്വരൂപിച്ച സംഖ്യ മുഴുവനും പാവപ്പെട്ട ഒരു പെണ്ണ് എന്നോട് വന്നിട്ട് കഴിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊടുത്തു. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് തങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയിച്ചു കൊടുത്തു, അബ്ദുല്ലാ, നിങ്ങൾ ഒരു പാവപ്പെട്ട സഹോദരി നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടിയ നേരത്ത് നിങ്ങൾ ഹജ്ജിന് കരുതിയ പൈസ അവർക്ക് കൊടുത്ത ഉടനെ ഞാൻ നിങ്ങളുടെ കോലത്തിലൊരു മലക്കിനെ കഅബാലയത്തിൻ്റെ അരികിൽ പറഞ്ഞയച്ചു. നിങ്ങൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ നിങ്ങളെപ്പോലെ നിങ്ങളുടെ രൂപമുള്ളൊരു മലക്ക് കഅബയിലുണ്ടായിരുന്നു, അറഫയിലുണ്ടായിരുന്നു. നിങ്ങളെപ്പോലൊരാൾ ആ പുണ്യഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. നിങ്ങൾ കൊടുത്ത ഹദിയയുടെ വലിപ്പമാണ് അബ്ദുല്ലാ, അതിനെ ഞാനങ്ങ് കബൂലാക്കി അബ്ദുല്ലാ. ഇക്കൊല്ലത്തെ ഹജ്ജാജിമാരുടെ പട്ടികയിൽ നിങ്ങളുടെ പേരുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്കത് നിർവഹിച്ചു പോയിട്ടുണ്ട്. വിഷമിക്കണ്ട. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പടച്ചവനെ, ഞാനൊരു ഹദിയ കൊടുത്തപ്പോൾ അതിൻ്റെ കാരണമായി എനിക്ക് വേണ്ടി മലക്കിനെ പറഞ്ഞയച്ച് നീ ഹജ്ജ് ചെയ്യിപ്പിച്ചല്ലോ റബ്ബേ, നീ എത്ര വലിയ ഉദാരവാനാണ്.
നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന സംഖ്യ, ഒരു ഹദിയ, ഒരു ബറക്കത്തിന് കൊടുക്കുന്നത്, അതൊക്കെയും നമ്മൾ വിചാരിക്കാത്തത്ര വലിയ പ്രതിഫലത്തിലായിരിക്കും എത്തിച്ചേരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ദീനിൻ്റെ മാർഗത്തിൽ കൊടുക്കാനും റബ്ബിൻ്റെ മാർഗത്തിൽ സഹായിക്കാനുമൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആൻ ഓതുന്നത് മുടക്കരുത്. നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണം, നിസ്കാരം നിലനിർത്തണം. നമ്മുടെയൊക്കെയും ഇസ്ലാമികമായ ചിട്ടകളെ നമ്മൾ മുറുകെ പിടിക്കണം. എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മരുന്നാണ് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് വലിയ വിജയങ്ങൾ. ആ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ട വലിയ 2 കാര്യമാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിക്കണം, നിങ്ങൾ വിശ്വാസികളാകണം, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.